എലപ്പുള്ളി രാമശ്ശേരി ഗാന്ധി ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ ഗാന്ധിമാർഗ പ്രവർത്തകർക്കുള്ള നേതൃത്വ പരിശീലനം സംഘടിപ്പിച്ചു. പ്രാദേശിക തലത്തിലുള്ള വിഭവങ്ങളും മനുഷ്യ അധ്വാനവും ചേർത്ത് സ്വരാജ് കൈവരിക്കുന്നതിന് ഗാന്ധിജി നിർദ്ദേശിച്ച കർമ്മ പരിപാടികളെ കാലാനുസൃതമായി ഉപയോഗിക്കണമെന്ന് പ്രമുഖ പരിശീലകനും എഴുത്തുകാരനുമായ അൻവർ സാം അഭിപ്രായപ്പെട്ടു. അതായത് നമ്മൾ സാധാരണ ഞാനും എൻ്റെ കുടുംബവും എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആളുകളെക്കാൾ കെയർഫുള്ളായി, അവർ അതിനേക്കാൾ സൂക്ഷ്മത പുലർത്തുന്നവരായിരിക്കും. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു വ്യക്തിയെ തകർക്കുവാൻ ആ സൂക്ഷ്മത കുറവുകളെയാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. കാരണം ഇന്നെന്താണ്, എല്ലായിടത്തും ക്യാമറകൾ. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ആ വിളക്കായി പ്രശോഭിച്ച് ലീഡേഴ്സായിട്ട് മാറണം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഈ ആശ്രമത്തിൻ്റെ ലീഡേഴ്സാണ്. എന്ന് പറഞ്ഞാൽ ഈ ആശ്രമത്തിൻ്റെ ഇനി വരാനിരിക്കുന്ന വലിയ പ്രൊജക്റ്റുകളുടെ ലീഡേഴ്സാണ്. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിൽ വേണം ഇന്ന് നമ്മളിവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും. അപ്പോൾ ആ ഒരു ലീഡർഷിപ്പ് എടുക്കുവാനുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി, ആ ഒരു ക്വാളിഫിക്കേഷൻ എനിക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലുറപ്പിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വരില്ല. നിങ്ങൾ എന്തുകൊണ്ട് ക്വാളിഫൈഡ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ഇത്തരം ഒരു സംരംഭവുമായി സഹകരിക്കുവാനുള്ള മനസ്സുണ്ട് എന്ന് തന്നെയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ. ഗാന്ധി ആശ്രമം ട്രസ്റ്റി പുതുശ്ശേരി ശ്രീനിവാസൻ അധ്യക്ഷനായി. സഹജീവനം ഫൗണ്ടേഷൻ ഡയറക്ടർ ഗിരീഷ് കടുന്തുരുത്തി, സർവോദയ കേന്ദ്രം ജോയിന്റ് ഡയറക്ടർ ഉണ്ണിക്കുട്ടൻ മടച്ചിപ്പാടം, അഹല്യ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് NSS പ്രോഗ്രാം ഓഫീസർ R. സദാനന്ദൻ, കുടുംബശ്രീ മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഐശ്വര്യ ശ്രീനിവാസൻ, ശക്തിപീഠം ഫൗണ്ടേഷൻ പ്രതിനിധി സുഭാഷ് മണ്ണുക്കാട്, ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ പ്രതിനിധി PK ലക്ഷ്മി, മറ്റംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത സ്വയം പര്യാപ്തമായ ഗ്രാമജീവിതം ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിന് യോഗം തീരുമാനിച്ചു. UTV ന്യൂസ്, പാലക്കാട്.